ഹലോ എവ്രി വൺ, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു മദർ ഡോട്ടർ കോംബോ ഡ്രസ്സാണ്. അതായത് സാധാരണ ഒരു ചുരിദാറിൻ്റെ സെറ്റ് കൊണ്ട് നമുക്ക് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലത്തെ ഡ്രസ്സ്, അതായത് ഒരുപോലത്തെ ഒരു ടോപ്പ് എങ്ങനെ തയ്ക്കാം എന്നാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ ബെല്ലൈക്കണും കൂടെ അമർത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ. ഇതിൻ്റെ ഷോളും ബോട്ടം പാർട്ടും ഒരുപോലെയാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ലൈനിങ്ങും കൂടെ വേണം. ആദ്യം തന്നെ ഞാൻ കിഡ്സ് ഫ്രോക്കാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ബോഡീസ് പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് പ്രത്യേകതയൊന്നുമില്ല. സാധാരണ നമ്മൾ ഫ്രോക്കൊക്കെ തയ്ക്കുമ്പോൾ ബോഡീസ് കട്ട് ചെയ്യണ പോലെ തന്നെയാണ് കട്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ മെഷർമെൻറ്റ് അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് പാർട്ടും കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ബാക്കിൽ സിപ്പ് വെച്ച് തയ്ക്കണ കാരണം കൊണ്ട് ചെറിയൊരു സിപ്പ് ഞാൻ വെക്കുന്നുണ്ട്. സിപ്പർ വെക്കണ കാരണം കൊണ്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്. ഇനി വേണ്ടത് സെയിം മെഷർമെൻറ്റിൽ ഇതിൻ്റെ ലൈനിങ്ങും കൂടെ കട്ട് ചെയ്യാം. ഇനി വേണ്ടത് സ്ലീവാണ്. സ്ലീവ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള സ്ലീവായ കാരണം കൊണ്ട് 12 എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വീതി 6.5 എടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് ഇതിൻ്റെ ടോപ്പ് പാർട്ട് വരുന്നത്. ഇത് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് താഴെയുള്ള ഭാഗം, അതായത് ഇതിൻ്റെ ഫ്രോക്കിൻ്റെ താഴെയുള്ള ഭാഗം കട്ട് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ചുരിദാറിൻ്റെ പാൻറ്റ് തയ്ക്കാനുള്ള തുണിയാണ്. ഇത് കുറച്ച് ഫ്ലെയർ ആയിട്ടുള്ള ഒരു അംബ്രല ആയിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. സാധാരണ അംബ്രലയും കാട്ടിയും കുറച്ചും കൂടെ ഫ്ലെയർ വരും ഇതിനകത്ത്. ഇതിനു വേണ്ടി ഞാൻ ആ തുണി 2 പീസാക്കി മുറിച്ചിരിക്കുകയാണ്. ആ പീസിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 38 ഇഞ്ചാണ്. കാരണം എനിക്ക് 19 ഇഞ്ചാണ് വേണ്ടത് താഴേക്ക്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ എത്രയാണ് വേണ്ടത് അതിൻ്റെ ഡബിൾ മെഷർമെൻറ്റിൽ തുണി കട്ട് ചെയ്യുക. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നീളവും വീതിയും ഒന്ന് തന്നെ ആയിരിക്കണം. സമചതുരത്തിലുള്ള, അതായത് 38, ഈ തുണിക്കും എല്ലാ ഭാഗവും 38 ഇതിൻ്റെ വീതി മെഷർമെൻറ്റ് വരുന്നത്. ഈ കോർണർ ഉണ്ടല്ലോ, നാടു മടക്കിയതിൻ്റെ ഈ കോർണർ, അവിടെ നിന്ന് ഞാൻ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ 17 താഴെ മാർക്ക് ചെയ്തതിന് ശേഷം ഇത് ഒരു കർവ് ആക്കി എടുത്ത്, റൗണ്ട് ആക്കി എടുത്ത് അത് കട്ട് ചെയ്യാണ് ചെയ്യാൻ പോകുന്നത്. സാധാരണ അംബ്രല ചെയ്യണ പോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ക്ലോസ് ആയിട്ടാണ് ഇരിക്കുക ഈ അംബ്രല. അപ്പോൾ അതൊന്ന് ഒരു സൈഡ് മാത്രം കട്ട് ചെയ്ത് കൊടുക്കാം. രണ്ട് പീസിൻ്റെയും ഓരോ സൈഡ് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ വലിയവർക്ക് വേണ്ടിയിട്ടുള്ള ടോപ്പിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ മെഷർമെൻറ്റ് ഇനിയുള്ളത് സ്ലീവാണ്. ഒരു ഷോർട്ട് സ്ലീവാണ് ഞാൻ ഇവിടെ വയ്ക്കുന്നത്. അതിൻ്റെ നീളം 7 എടുത്തിരിക്കുന്നത്. വീതി ഞാനൊരു 7.5 8 എടുത്തിട്ടുണ്ട്. അപ്പോൾ അംബ്രല തന്നെയാണ്, ഞാനിതൊരു അംബ്രല ടോപ്പ് തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ ഷോൾ കൊണ്ടാണ് ഇതിൻ്റെ താഴെയുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് നമുക്ക് ഫ്ലാഡ് ആയിട്ടുള്ള ഒരു അംബ്രലയൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഷോൾ ആകെ 2 മീറ്ററേ ഉള്ളൂ. അപ്പോൾ സാധാരണ ഒരു അംബ്രല ഇത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. സാധാരണ അംബ്രല കട്ട് ചെയ്യുമ്പോൾ ആദ്യം നടു മടക്കിയതിന് ശേഷം ഇതുപോലെ ഡയഗണലായിട്ട് ഒന്ന് മടക്കിയതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു കോർണറിലാണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യേണ്ടത്. അതായത് മെഷർമെൻറ്റ് അരവണ്ണം നമ്മൾ ഒരു കോർണറിൽ നമുക്ക് മാർക്ക് ചെയ്യാം ആദ്യം തന്നെ. ഇവിടെ ഞാനൊരു 5 ഇഞ്ചാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് കുറഞ്ഞു പോകാന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇവിടെ ഞാൻ 5 ഇഞ്ച് മാത്രമാണ് ഇവിടെ മാർക്ക് ചെയ്യണത്. ഈ ഭാഗത്തെ മെഷർമെൻറ്റ് ഒന്ന് അളക്കാം, എത്രയുണ്ടെന്ന് നോക്കാം. 38 ഇഞ്ചാണ് ഇനി ബാക്കിയുള്ളത്. അത്രയും ഈ ഭാഗത്തും കൂടെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
ഈ ഭാഗത്ത് ഞാൻ 38 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്കത് ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കാം. ഇനി ലൈനിങ് ഞാൻ ഈ പാറ്റേണിൽ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പം ഞാനിതാ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അമ്മയ്ക്കുള്ളതും കുഞ്ഞിനുള്ളതും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല എളുപ്പമാണ്, നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതുപോലെ ഒരു ചുരിദാറിൻ്റെ സെറ്റ് ഉണ്ടെങ്കിൽ തന്നെ അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഓണൊക്കെ ആയിട്ട് ഒരുപോലത്തെ ഡ്രസ്സ് ഇടുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. അതുവരെയ്ക്കും ബായ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ഓണം.